വ്ളോഗാണ് കേട്ടോ. എൻ്റെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. അപ്പോൾ അവിടെ ചെറിയൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്. ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഞാനവിടെ എത്തി. രാവിലെ ബസ്സില്ലാത്തതുകൊണ്ട് നടന്നായിരുന്നു പോയത്. അങ്ങനെ ഫസ്റ്റത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കയ്യിൽ മെഹന്തി ഇടാന്നുള്ളതായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇട്ട മെഹന്തിക്ക് കുറച്ച് ക്വാളിറ്റി കുറവായോണ്ടാന്ന് തോന്നുന്നു രാത്രി വരെ നിന്നില്ല. പകുതി പേരുടെ കയ്യിൽ നിന്ന് മെഹന്തി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മെഹന്തി കുറച്ച് നേരം ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ പ്രാക്ടീസ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ പ്രാക്ടീസൊക്കെ ചെയ്തു. അങ്ങനെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് അടുത്ത പരിപാടി ഫുഡ് കഴിക്കാമെന്നുള്ളതായിരുന്നു. ക്ഷേത്രത്തിൽ വെച്ച് തന്നെയായിരുന്നു ഫുഡ് കഴിച്ചത്. ഉച്ചയ്ക്കുള്ള അന്നദാനം ഞങ്ങൾ കഴിക്കാൻ പോകുന്ന വീഡിയോ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല കുന്നുംപുറത്താണ് ക്ഷേത്രം. അതുകൊണ്ട് തന്നെ കയറ്റമെല്ലാം കയറി മുകളിലെത്തിയപ്പം തളർന്നൊരവസ്ഥയായി. അത് പറഞ്ഞിട്ട് നല്ല വെയിലുമായിരുന്നു. അവസാനം ഫുഡ് കണ്ടപ്പോഴാണ് കുറച്ച് സമാധാനമായത്. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. കയ്യിൽ മെഹന്തി ഇട്ടുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പലർക്കും. പക്ഷെ ഞാൻ കൈ കൊണ്ട് എങ്ങനെയൊക്കെയോ കഴിച്ച് തീർത്തു. പലരും സ്പൂണൊക്കെ വെച്ചാണ് കഴിച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ ഒരു ഐസ്ക്രീം വാങ്ങി കഴിച്ചു. അതില്ലെങ്കിൽ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന വീട്ടിലെത്തിയ ഉടനെ ഞങ്ങൾ പൂ വെട്ടാൻ തുടങ്ങി. കുറച്ചൊരു അവരവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു റെഡിയാവാനൊക്കെ ആയിട്ട്. അങ്ങനെ പൂ വെട്ടാൻ അറിയാത്ത ഞാൻ ആദ്യമായിട്ട് പൂവൊക്കെ കെട്ടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞൊരു 6 മണി 7 മണി സമയമൊക്കെ ആയപ്പോൾ ഞങ്ങളൊന്ന് റെഡിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ഇവിടെ കോസ്റ്റ്യൂം. അതുപോലെ തന്നെ എനിക്ക് റെഡിയാവുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്നായിരുന്നു റെഡിയാവലൊക്കെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ക്ഷേത്രത്തിലെത്തി. ഞങ്ങൾ ക്ഷേത്രത്തിലെത്തിയപ്പോൾ ഭജന നടക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് 3-4 പ്രോഗ്രാം കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അതെല്ലാം കഴിഞ്ഞ് അവിടെയുള്ള ചേട്ടന്മാർ ഞങ്ങൾക്ക് ഡാൻസ് കളിക്കാനുള്ള സ്ഥലമൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും പ്രോഗ്രാം കാണാൻ വേണ്ടിയിരുന്നു. ഞങ്ങൾ ഈ 8 പേരായിരുന്നു ഡാൻസിനുണ്ടായിരുന്നത്. ഫുൾ വീഡിയോ നിങ്ങളെ കാണിക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം എനിക്ക് എന്ത് ചെയ്ത വീഡിയോ അപ്ലോഡ് ചെയ്ത് ഞാൻ 2-3 തവണ അപ്ലോഡ് ചെയ്തു. എന്നിട്ടും ഒരു രക്ഷയില്ല. കോപ്പിറൈറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഓഡിയോ ഇല്ലാതെ വീഡിയോ ജസ്റ്റ് ഇങ്ങനെ മാത്രം നിങ്ങളെ കാണിക്കേണ്ട അവസ്ഥയായിപ്പോയി. സോറി. എങ്ങനെയും കാണിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഫുൾ വീഡിയോ നിങ്ങളെ കാണിച്ചേനെ. ഞങ്ങൾ ആദ്യമായിട്ടായിരുന്നു ഈ പ്രോഗ്രാം ചെയ്തത്. അടിപൊളി പ്രോഗ്രാമായിരുന്നു. അപ്പോൾ നിങ്ങളെ കാണിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നടന്നില്ല. അപ്പോൾ ഇതോടുകൂടി എൻ്റെ ഈ വ്ളോഗ് അവസാനിക്കുകയാണ്. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.